സച്ചിൻദാസ് മാത്സ് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി. എന്താണ് ക്ലാസിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി? അത് എത്ര ടൈപ്പ് ഉണ്ട്, അതിൻ്റെ കൺസെപ്റ്റ്, സം ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് റാൻഡം എക്സ്പീരിമെൻറ്റ്. എന്താണ് റാൻഡം എക്സ്പീരിമെൻറ്റ്? ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. If the exact outcome of trials of the experiment is unpredictable. If the exact outcome of the trials of the experiment is unpredictable, it's called a random experiment. നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് ഒരു എക്സ്പീരിമെൻറ്റ് നടക്കുന്നതിന് മുമ്പ് അതിൻ്റെ എക്സാക്റ്റ് ഔട്ട്കം എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അൺപ്രെഡിക്റ്റബിൾ ആണ്. ഇതിനെ നമ്മൾ റാൻഡം എക്സ്പീരിമെൻ്റ് എന്ന് പറയുന്നു. റാൻഡം എക്സ്പീരിമെൻറ്റിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ടോസിങ് എ കോയിൻ, റോളിങ് എ ഡൈ, ലൈഫ് ടൈം ഓഫ് എ മെഷീൻ, ലെങ്ത് ഓഫ് ടേബിൾസ്, വെയ്റ്റ് ഓഫ് എ ന്യൂ ബോൺ ബേബി, എക്സെട്ര. രണ്ടാമത്തെയാണ് ട്രയൽസ് ആൻഡ് ഈവൻറ്റ്സ്. ട്രയൽസ് എന്താ നോക്കാം. ട്രയൽസ് ഈസ് എ അറ്റംപ്റ്റ് ടു പ്രൊഡ്യൂസ് ആൻ ഔട്ട്കം ഓഫ് റാൻഡം എക്സ്പീരിമെൻറ്റ്. റാൻഡം എക്സ്പീരിമെൻറ്റിൻ്റെ ഔട്ട്കം കിട്ടുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, അറ്റംപ്റ്റ് ചെയ്യും. ഈ അറ്റംപ്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ട്രയൽസ്. ട്രയൽസിന് എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ, ഇഫ് വി ടോസ് എ കോയിൻ ഓർ ത്രോ എ ഡൈ, വി ആർ പെർഫോമിങ് ട്രയൽസ്. അടുത്തതാണ് ഈവൻറ്റ്സ്. ദ outcomes in an experiment are termed as events or cases. നമുക്ക് റാൻഡം എക്സ്പീരിമെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്കംസ് കിട്ടും. അതിനെ നമ്മൾ ഈവൻറ്റ്സ് അല്ലെങ്കിൽ കേസസ് എന്ന് വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഗെറ്റിംഗ് എ ഹേർട്ട് ഓർ ടൈ ഇൻ എ ടോസിങ് എ കോയിൻ ഈസ് എ ഈവൻറ്റ്സ്. നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ട്രയൽ എന്താണെന്ന് പഠിച്ചു. ട്രയൽ എന്ന് പറഞ്ഞാൽ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡൈ ത്രോ ചെയ്യുന്നു, മുകളിലേക്ക് എറിയുന്നു, ത്രോ ചെയ്യാം. ഇനി ഇങ്ങനെ ട്രയൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്കം കിട്ടും. ഈ ഔട്ട്കം ഒന്നെങ്കിൽ ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടൈൽ കിട്ടാം. അതിലേതെങ്കിലും ഒന്ന് കിട്ടും ടോസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിനെ നമ്മൾ ഈവൻറ്റ്സ് എന്ന് വിളിക്കും. എന്താണ് ഈവൻ? Usually even are denoted by capital letters like A, capital A, capital B, capital C and etc. ആൽഫബറ്റിലെ ഒരു ക്യാപിറ്റൽ ലെറ്റർ മാത്രമാണ് എന്തിനു ഉപയോഗിക്കുക, ഈവൻസിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുക. അടുത്തത് മൂന്നാമത്തെ, ഈക്വലി ലൈക്ലി ഈവൻസ്. ഈക്വലി ലൈക്ലി ഈവൻസ്. ഈവൻസ് ഓർ കേസസ് ആർ സൈഡ് ടു ബി ഈക്വലി ലൈക്ലി ഈവൻസ് when we have no reason to expect one rather than the other. Events or cases are said to be equally likely events when we have no reason to expect one rather than other. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. എക്സാമ്പിളിലൂടെ നമുക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇൻ ടോസിങ് എ അൺബയാസ്ഡ് കോയിൻ. നമുക്ക് എന്താ അൺബയാസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, പക്ഷാപാതം ഇല്ലാതെ. ഓക്കെ, അൺബയാസ്ഡ് കോയിൻ. The two events head and tail are equally likely. നമുക്ക് ഹെഡും വരാം ടൈലും വരാം അല്ലേ. അപ്പോൾ രണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നില്ല, ഒരു പക്ഷാപാതമൊന്നുമില്ല. ഹെഡും വരാം ടൈലും വരാം. ബിക്കോസ് വി ഹാവ് നോ റീസൺ ടു എക്സ്പെക്റ്റ് ഹെഡ് rather than tail. ഹെഡ് വരാനുള്ള ഒരു റീസൺ നമുക്കില്ല, ടൈലും വരാം. അത്രയേ ഉള്ളൂ. സിമിലർലി when we throw a die, the occurrence of either number 1 or 2 or 3 or 4 or 5 or 6 are equally likely events. Exhaustive events. The totality of all possible outcome of a random experiment will form exhaustive cases. നമുക്കറിയാം ഒരു പോസിബിളാണ്. ഇപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് പോസിബിളായിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്, ഇതിൻ്റെ ടോട്ടാലിറ്റി. ഏതൊക്കെ പോസിബിളായിട്ടുള്ള ഔട്ട്കം കിട്ടുമോ അതിൻ്റെയൊക്കെ ടോട്ടാലിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കാറ്, എക്സോസ്റ്റീവ് ഈവൻറ്റ്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അല്ല 2-3 എക്സാമ്പിൾസ് പറയാം. അതിൽ ഒന്നാമത്തെ, ഇൻ ദി കേസസ് ഓഫ് ടോസിങ് എ കോയിൻ ദർ ആർ 2 exhaustive cases, head or tail.
നമ്മളൊരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്, ഔട്ട്കം കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അത് ഏതായാണോ കിട്ടുന്നത് അത് എക്സോസീവ് ഇവൻറ്റ്സ് ആണ്. ഏത് വേണമെങ്കിലും കിട്ടാം അല്ലേ, പോസിബിലിറ്റീസ് ഉണ്ട്, രണ്ട് പോസിബിലിറ്റീസ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ ത്രോയിങ് എ ഡൈ there are 6 exhaustive cases since in one of 6 phases 1, 2, and etc. 6 may come uppermost. നമുക്ക് ഒരു ഡൈ എന്ത് ചെയ്യുക, ത്രോ ചെയ്ത് കഴിഞ്ഞാൽ 6 പോസിബിലിറ്റീസ് ഉണ്ട്, 6 എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഓർ 1 or 2 ഓർ എത്ര വരെ, ഏത് ഫേസ് വരെ വരാം, 6 ഫേസ് വരെ വരാം. അതൊക്കെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് events occur when 2 or more events outcome have no impact on the other events outcome and you are finding the probability of a single event. Example: the events of turning a head or a tail in a tossing a coil are mutually exclusive. In throwing a die, all the 6 faces numbered 1 to 6 are mutually exclusive, since if any one of those faces come, the possibilities of the same trials is ruled out. Favorable cases: the cases which entail the occurrence of an event are said to be favorable to events. Example നോക്കാം. While throwing a die, the occurrence of 2 or 4 or 6 are favorable events which entail the occurrence of even numbers.